മതസൗഹാർദ്ദമെന്ന വാക്കിന്റെ അർത്ഥം അനുഭവിച്ചറിയണമെന്നുള്ളവർ പെരിങ്ങോമല പഞ്ചായത്തിലെ ഇടിഞ്ഞാർ എന്ന പേരുള്ള ഗ്രാമത്തിലേക്ക് വരണം. ഒരു മതിൽക്കെട്ടിനുള്ളിലാണ് പള്ളിയും അമ്പലവും. അമ്പലമുറ്റത്ത് പള്ളിയുടെ നേർച്ചപ്പെട്ടിയുണ്ട്. പള്ളിമുറ്റത്ത് അമ്പലത്തിലേക്ക് കൂടി വെള്ളമെടുക്കുന്ന കിണറും. ഒരേ സമയം പള്ളിയിലും അമ്പലത്തിലും പ്രാർത്ഥനകൾ നടക്കുമ്പോൾ എന്തു ചെയ്യുമെന്ന സംശയം എല്ലാവർക്കും ഉണ്ടാകും. നമ്മൾ അവിടെ മതപ്രസംഗം നടക്കുമെങ്കിൽ നമ്മളിവിടെ പൂജയെല്ലാം നേരത്തെ ചെയ്യും. ഇവിടെ പൂജ നടക്കുന്ന സമയത്താണെങ്കിൽ അവിടെ മതപ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ അവിടെയും നിർത്തിവെക്കുന്നുണ്ട്. ഇത് പള്ളിയുടെ നേർച്ചപ്പെട്ടിയാണ്. മണ്ഡലകാലം എത്തിയതോടെ അമ്പലം അലങ്കരിച്ചപ്പോൾ കുരുത്തോല കൊണ്ട് ഇതും ഭംഗിയാക്കി. സുബഹി ബാങ്ക് കേൾക്കാൻ താമസിച്ചാൽ പൂജാരി ഉസ്താദിന്റെ മുറിയിലെത്തി വിളിച്ചുണർത്തും. നേർച്ചപ്പെട്ടിയിൽ പണമിടുന്നവർ കാണിക്ക വഞ്ചിക്കും ഓഹരി കൊടുക്കും. നേരെ തിരിച്ചും അങ്ങനെ തന്നെ. നബിദിനം വരുമ്പോൾ സീരിയൽ ബൾബ് ഇവിടെ ഇടുവാണെങ്കിൽ അപ്പുറത്തെ കാണിക്ക വഞ്ചിയിലും ഇടും. നൂറ്റാണ്ടോളം പഴക്കമുണ്ട് മസ്ജിദിനും അമ്പലത്തിനും. വലിയൊരു ആൽമരത്തണലിൽ സംഗമിക്കുന്ന രണ്ട് വിശ്വാസങ്ങളും എല്ലാവർക്കും മാതൃകയാണ്. മതങ്ങൾ മത്സരത്തിനുള്ളതല്ലെന്ന് മനുഷ്യനെ പഠിപ്പിക്കുന്ന ഉത്തമ മാതൃക. അരുൺ നിലമ്പൂരിനൊപ്പം റഹീസ് റഷീദ്, മീഡിയ 1, തിരുവനന്തപുരം.